ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും പ്രതീക്ഷകൾ പാട്ടും നൃത്തവുമായി ആഘോഷിക്കാൻ ബോൺ നതാലയ്ക്കായി തൃശൂർ നഗരം ഒരുങ്ങി. നഗരത്തിൽ നൂറുകണക്കിന് സാന്താക്ലോസുമാരാണ് അണിനിരക്കുന്നത്. തൃശൂർ സെയിന്റ് തോമസ് കോളേജിന് മുന്നിൽ നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ ആന്റണി, വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു ബോൺ നതാലെ. നിരവധി ക്രിസ്മസ് പാപ്പാമാർ നിറത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച. എത്രമാത്രം അതിന് ഉള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തിയായോ? എത്രമാത്രം ആഘോഷകരമാണ് അവിടെ? സ്വാതി, ഞാൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബോൺ നതാല. ഇത് ആദ്യമായിട്ടാണ് ബോൺ നതാല റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തൊരു കാഴ്ചയാണിത്! ഇതാ ചുവപ്പ് വസ്ത്രധാരികൾ മാത്രം, സാന്താക്ലോസ്മാരുടെ ഒരു വലിയ ബഹളമാണ് ഇത് ഇവിടെ കാണുന്നത്. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇവർ എത്ര മണിക്ക് എത്ര മണിക്ക് വന്നതാ? എപ്പോ വന്നതാ? നിങ്ങൾ എത്ര മണിക്ക് വന്നതാ? എല്ലാ കൊല്ലം വരാറുണ്ടോ? എങ്ങനെയുണ്ട് വൈബ്? അടിപൊളിയാണോ? സൂപ്പറാണ്. ഇനിയും വരും കൊല്ലങ്ങളിലും വരും. എത്ര വർഷം ഇപ്പൊ വരാൻ തുടങ്ങിയിട്ട്? ഞാൻ 2 വർഷം. മോൾ എത്ര വർഷം? 2 വർഷം. മോളാ? 2 വർഷം. എല്ലാവരും 2 വർഷമാണ്. 2 വർഷം. കൂടുതൽ ആളുകളെ നീ പങ്കെടുപ്പിക്കുവോ? എല്ലാ പിള്ളേരും. എന്താ ഈ ഒരു ദിവസം വരാൻ നേരത്ത് നമ്മുടെ മനസ്സിൽ ഓരോ ഓർമ്മകളൊക്കെ ഉണ്ടാവുമല്ലോ? മുൻ വർഷങ്ങളിലേക്ക് വെച്ച് നോക്കാൻ നേരത്ത് എന്താണ്? ഒന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് വൈബാണ്. അടിപൊളിയാണ്. ആ സ്വാതി, അത് തന്നെയാണ്. ഈ ചേച്ചിമാരാണെങ്കിൽ ഇതാ ഈ കാണുന്ന കുട്ടനൊക്കെ ഇങ്ങനെ തയ്യാറായി നിൽക്കണം. മോനെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പറാണ്. ഈ വേഷമൊക്കെ അടിപൊളിയാണ്. ആ, അടുത്ത കൊല്ലം വരുമോ? ആ സ്വാതി, അത് തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നു. ഇത്രയധികം സാന്താക്ലോസ്മാർ. അത് തന്നെയാണ് സ്വാതി. എന്തായാലും ഈ കാണുന്നത് പോലെ എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. ഇങ്ങനെ ചുവന്ന ഒരു മതിലെന്നൊക്കെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ചുവന്ന പുഴ എന്നൊക്കെ പറയാ. അത് തന്നെയാണ് നല്ല കാഴ്ച. ചേച്ചിയൊക്കെ മൊബൈലൊക്കെ നോക്കിയിരുന്ന് ബോറടിച്ചിരിക്കണേ. എന്താണ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. സൂപ്പറാണ്. എല്ലാ വർഷവും വരുമോ? ഇല്ല, ഞങ്ങളത് ആദ്യമായിട്ട്. പക്ഷെ ഞങ്ങൾ കപ്പ് കൊണ്ടുപോകും. ഈ ഒരു എന്താ പറയുന്നത്, കപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു കൊള്ളെന്നൊക്കെ പറയണത്. അച്ചോ, ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ട്? എത്ര പേരെ പങ്കെടുപ്പിക്കുന്നുണ്ട്? ഞങ്ങള് 110 വീട്ടുകാരുള്ള പള്ളിയിൽ നിന്നും 50ഓളം പേര് പങ്കെടുക്കുന്നുണ്ട്. 50ഓളം പേരുണ്ട്. പരമാവധി ആളുകളൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റി. ഞങ്ങൾ കുറച്ച് അടുവാങ്ങളേ ഉള്ളൂ. എന്നാലുള്ള എല്ലാ കുട്ടികളും മുതിർന്നവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് തന്നെയാണ് സ്വാതി. എന്തായാലും ഈ ഇടവകയിൽ നിന്നൊക്കെ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തൃശ്ശൂർ അതിരൂപതയെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം 107 ഇടവകകളാണുള്ളത്. ആ ഇടവകളിൽ നിന്ന് തന്നെ പരമാവധി ആളുകളൊക്കെ പങ്കെടുത്തു. ഞാൻ വരുമ്പോൾ മുതൽ കാണുന്ന ഒരു കൂട്ടം ദാ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവർ വരുമ്പോഴും ഇതൊന്നും എഴുന്നേൽക്കില്ലേ? ഓടണ്ട. പരമാവധി ആളുകളൊക്കെ ഇവർക്കൊക്കെ ചെറിയൊരു നാണമാണ്. എന്തായാലും ചേച്ചി നാണിക്കല്ലേ, ഓടല്ലേ? ചേച്ചിയൊക്കെ നാണിച്ച് അങ്ങോട്ട് ഓടിക്കളയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ മക്കളെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എല്ലാ കൊല്ലം വരാറുണ്ട്. എത്ര വർഷമായി? ഇപ്പൊ ഞാൻ വന്നിട്ട് 5 വർഷം. വെണ്ടൂർ ഇടവക എന്തോരം വർഷമായി എനിക്ക് അറിയില്ല. കോർഡിനേറ്റർ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ. കോർഡിനേറ്റർ എങ്ങനെയുണ്ട്? ഈ പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളി പരിപാടിയല്ലേ? വർഷങ്ങളായിട്ടുള്ള പരിപാടിയല്ലേ? എപ്പോഴെങ്കിലും കപ്പ് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങള് ഇക്കൊല്ലം എന്തായാലും ഞങ്ങൾ നോക്കുന്നില്ല കപ്പിന്. കാരണം അതിന് കുറെ നമ്മൾ റെസ്ട്രിക്ഷൻസ്, കുറെ ഭംഗിയായിട്ടൊക്കെ എന്താ ചെയ്യണം. നമുക്ക് സമ്മാനം തന്നെ ഇല്ല. അതല്ല, ഇവരോട് ഇഷ്ടമുള്ള പോലെ കളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കളിക്കുമ്പോൾ ചിലപ്പോൾ സമ്മാനം കിട്ടണം. പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ അതാണ് ടീച്ചറെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? എത്ര സ്റ്റെപ്പ് ഉണ്ടാവും ടീച്ചറെ? അത് എണ്ണിട്ടില്ല. എത്ര പാട്ടുണ്ടോ? 2 പാട്ട്. 2 പാട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടോ? ആരും സ്റ്റെപ്പൊന്നും പറഞ്ഞില്ല. സമ്മാനം മേടിക്കും ഇത്തവണ. എന്താ കോർഡിനേറ്റർ സമ്മാനത്തിൽ? ഞങ്ങൾക്ക് സമ്മാനത്തിൽ അംഗീകാരങ്ങളുടെ താല്പര്യമില്ല. അതെ, ഏതായാലും വ്യത്യസ്തമായ ഒരു സംഘമാണ്. അംഗീകാരമൊന്നും വലിയ കാര്യമായിട്ട് താല്പര്യമില്ലാത്തൊരു സംഘമാണ്. പുതിയ ഒരു ചേച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് വന്നിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. ആ കുഞ്ഞുമക്കൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എന്താ പേര്? റോസ്ന. ഇത് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ എല്ലാ വർഷവും വരാറുണ്ടോ? കഴിഞ്ഞ വർഷം മാത്രം. സ്റ്റെപ്പൊക്കെ പഠിച്ചോ? എത്ര സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്?
കുറെ പഠിച്ചോ? എത്ര പാട്ട്? അയ്യോ വീടല്ലേ മക്കളെ, എത്ര പാട്ടുണ്ട്? 7 പാട്ടാ. എള ഭയങ്കര. അത് തന്നെയാണ്, തൊപ്പിയേറാൻ പറ്റില്ല, ഒരെണ്ണം അവിടെ ഉണ്ടല്ലോ. എന്തായാലും ഇതാണോ കോർഡിനേറ്റർ? പഠിച്ചിട്ടുണ്ടോ? എന്തേ നിങ്ങൾ കൊണ്ടുവാ, ഇപ്പൊ തരാം. എന്തായാലും പറയുന്ന പോലെ തന്നെ എന്റെ തൊപ്പിയൊക്കെ ആരൊക്കെ ഊരിക്കൊണ്ട് പോയി. എന്തായാലും അതിലൊന്നും പ്രശ്നമില്ല. പറയ്, സന്തോഷമായോ? സന്തോഷമായി. സ്വാതി, ഇവർക്ക് ഒരു വലിയ ടീം. വലിയ ടീം. അച്ചോ, എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളി പരിപാടി, സൂപ്പർ പരിപാടി. എത്ര പേരുണ്ട്? ഞങ്ങളെ 78 പേര് വെളുത്തൂർ ഇടവകയിൽ നിന്ന്. ഇത്തവണ സമ്മാനം മേടിക്കും? ഈ സമ്മാനം വാങ്ങും. സമ്മാനം വാങ്ങി കഴിഞ്ഞാൽ ബിരിയാണി തരണം പറഞ്ഞിരിക്കുന്നത്. ബിരിയാണി ഉറപ്പാണോ? ബിരിയാണി മേടിക്കും ഇത്തവണ നിങ്ങൾ? അച്ചോ, എത്ര പാട്ടുണ്ട്? 2 പാട്ടാണ് മെയിനായിട്ടുള്ളത്. 2 പാട്ടാണല്ലോ. എല്ലാവരും സ്റ്റെപ്പ് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതിവിടെ പെർഫോം ചെയ്യും. ഞങ്ങൾ സമ്മാനം വാങ്ങുകയും ചെയ്യും. സമ്മാനം മേടിക്കുമോ? ഉറപ്പായിട്ടും മേടിക്കും. സമ്മാനം കിട്ടുമോ? കിട്ടും. ഇത് എല്ലാവരും സമ്മാനം മേടിക്കണമെന്ന് തന്നെയാണ് സ്വാതി പറയുന്നത്. നമ്മുടെ ഇടവക ഏതാ? വെളുത്തൂർ ഇടവകയല്ലേ? ഇപ്പോ സമീപത്തുള്ള ഇടവകക്കാരൊക്കെ എന്താ പറയണേ? അവർക്ക് ഞങ്ങളോട് ചെറിയ കുശുമ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ സ്വാഭാവികമല്ല, എത്ര സ്മാർട്ടായിട്ടുള്ള ഒരു അച്ഛനുള്ളപ്പോൾ സ്വാഭാവികമാണ് സ്വാതി. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഈ സംഘത്തിൻ്റെ ഒക്കെ ഒരു വൈബ്, അത് നമ്മൾക്ക് ഒരു പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതാലേ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഇത്രയധികം ആളുകളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണിതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാം. ഒരു കേരളീയൻ എന്നുള്ള നിലയിൽ തന്നെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ പോകുന്നതാലേ. കാരണം മറ്റൊന്നുമല്ല, ഇത്രയധികം മനുഷ്യരെ എങ്ങനെ ഒറ്റ കെട്ടായി, അല്ലെങ്കിൽ ഇത്രയധികം മനുഷ്യരെ എങ്ങനെ അണിനിരത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി ഇത്തവണ ഈ ബോണതാലേക്ക് 4 മണിയാവും. ഇവരൊക്കെ ഇങ്ങനെ ഫുൾ ടെമ്പോലാണോ എല്ലാവരും? ഇത്തവണ സമ്മാനം കൊണ്ടുപോകുമോ? എത്ര പാട്ട് പഠിച്ചിട്ടുണ്ട്? 2 പാട്ട് പഠിച്ചിട്ടുണ്ട്. 2 പാട്ട്. ആരെങ്കിലും സ്റ്റെപ്പ് തെറ്റിക്കോ? അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്. അയ്യോ, ഇവരൊക്കെ ഇങ്ങനെ ചേച്ചിമാരെ എത്ര ദിവസത്തെ പ്രാക്ടീസ് കൊടുത്തു? ഹലോ, എത്ര ദിവസത്തെ പ്രാക്ടീസ് കൊടുത്തു? പ്രാക്ടീസ്. എന്തായാലും സമ്മാനം കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവർ വെച്ച് പുലർത്തുന്നത്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മക്കളെ കുഞ്ഞാവും, ഒന്ന് മാറിത്താടാ, ഒന്ന് പോട്ടെ. വലിയ വൈബിൽ നിൽക്കുന്ന ഒരു സംഘം. ആ സംഘങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷം. എന്തുണ്ട്? സമ്മാനം കിട്ടുമോ? ഉറപ്പാണോ? ഉറപ്പായിട്ടും. അത് തന്നെയാണ് സ്വാതി. ഈ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. ഓറഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ സന്തോഷിച്ചിരിക്കണേണ്. ഓറഞ്ചൊക്കെ കഴിച്ചിരിക്കണല്ലേ? അതെ, കഴിച്ചിരിക്കുന്നു. സന്തോഷമായോ? സന്തോഷമല്ലേ. എത്ര മണിക്ക് വന്നതാ? ഞങ്ങളിവിടെ ഒരു 2:30 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തി. 2:30 എത്തിയതാണല്ലേ? എത്ര കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്? ഞങ്ങളിവിടെ നിന്ന് 48 പിള്ളേർ. 48 പിള്ളേരാ. ചെറിയ ഇടവകകളിൽ പരമാവധി ഡാൻസ് ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കോർഡിനേറ്റേഴ്സ് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. സമ്മാനമൊക്കെ മേടിച്ചിട്ടേ പോരുള്ളൂ എന്ന് വിചാരിക്കുന്നു. നമ്മളെ പോലെ എല്ലാ ഇടവകാരും വിചാരിച്ചാണല്ലോ വരുന്നത്. അത് തന്നെയാണ്. എന്തായാലും സമ്മാനം മേടിക്കുക എന്നുള്ളൊരു അമ്പട ഇവിടെ മാറി നിന്ന് മിക്സറൊക്കെ കഴിക്കണല്ലേ? ഞാൻ ഇത് കണ്ടുപിടിച്ച്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളി. എങ്ങനെയുണ്ട്? എത്ര കുട്ടികളുണ്ട് നമുക്ക്? ഞങ്ങളൊരു 80 പേരുണ്ട്. കുട്ടികളല്ല, വലിയ ആളുകളാ എല്ലാവരും? അല്ലല്ല, കുട്ടികളുണ്ട്, വലിയവരും ഉണ്ട്. എത്ര ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു? നമ്മള് 2 ആഴ്ച പ്രാക്ടീസ് ചെയ്തല്ലേ? സ്റ്റെപ്പൊക്കെ എല്ലാവരും പഠിച്ചോ? പിന്നെ പഠിച്ചു. എത്ര പാട്ട് കളിക്കുന്നു? 2 പാട്ട്. അടിപൊളിയായിട്ട് കളിക്കും. സമ്മാനമൊക്കെ ആയിട്ട് പോരുള്ളൂ. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ മാറിയിരിക്കണം.
അത് തന്നെയാണ്. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. ഒരു പ്രത്യേക വൈബാണ് സ്വാതി. കാരണം നമ്മൾക്ക് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കടക്കാൻ നേരത്ത് നമുക്ക് കാണാൻ കഴിയും ഒരു ചുവന്ന കടലെന്നൊക്കെ പറയൂലേ, മനുഷ്യർ തീർത്ത ചുവന്ന കടൽ. ഒരു പക്ഷേ തൃശ്ശൂർ നഗരത്തിൽ പുലി ഇറങ്ങും, അതേപോലെ തന്നെ പൂരമുണ്ട്. അതാ ഇനി എടുത്തു കാണിക്കാൻ നദാലെ കൂടിയുണ്ട്. നദാലെ എന്ന് പറഞ്ഞാൽ മെറി ക്രിസ്മസ് എന്നാണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണെങ്കിലും ആ മെറി ക്രിസ്മസ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, 15,000 മനുഷ്യരെ ഇങ്ങനെ ചുവന്ന കടലാക്കി പുറത്തേക്ക് ഇറക്കുക എന്ന് പറയുന്നത് ചെറിയൊരു എഫേർട്ടൊന്നും അല്ല, വലിയ ഒരു പ്രയത്നം അതിൻ്റെ പിറകിലുണ്ട്. എത്രയധികം മനുഷ്യർ, എത്രയധികം മനസ്സുകൾ, എത്രയധികം ആളുകളുടെ പ്രയത്നം. അതെല്ലാവരെയും പഠിപ്പിക്കുക, എല്ലാവരെയും ഒരുപോലെ ആക്കുക, ആർക്കും തെറ്റുപറ്റാതെ. കഴിച്ചോ ഓറഞ്ചക്ക? എങ്ങനെയുണ്ട്? പാട്ടൊക്കെ പഠിച്ചോ? ഡാൻസൊക്കെ പഠിച്ചോ? എത്ര ഡാൻസ് കളിക്കുന്നുണ്ട്? 2 ഡാൻസോ? അടിപൊളിയായിട്ട് പഠിച്ചാ? സമ്മാനം മേടിക്കും ഇത്തവണ? എന്തൊരു ഉറപ്പില്ലായ്മ. ഉറപ്പാണ് സ്വാതി. അത് തന്നെയാണ് ഈ കുട്ടികളുടെ. ഇതെന്ത് പറ്റി? ഇതെന്താണ് ഈ ഷൂസൊക്കെ ഇങ്ങനെ ഊരിയിട്ടിരിക്കണത്? ഡാൻസ് ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ, അതിന് മുമ്പ് തന്നെ മടുത്തോ? കാലൊക്കെ വേദനിക്കുന്നുണ്ട്. കാല് വേദനിക്കണം. ഡാൻസ് ഒന്നും കളിച്ചു തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് കാല് വേദനിക്കാൻ തുടങ്ങിയോ? എങ്ങനെയുണ്ട്? ഡാൻസ് ഒക്കെ അടിപൊളിയാണോ? അടിപൊളി അടിപൊളി. എത്ര ഡാൻസ് കളിക്കുന്നുണ്ട്? ഒരു 3-4 പാട്ട് കളിക്കുന്നു. 4 പാട്ടുണ്ടല്ലേ? എത്ര ആളുകളുണ്ട് നിങ്ങൾ? ഞങ്ങളൊരു 90 ആൾക്കാർ. 90 പേരുണ്ടല്ലേ? അത് തന്നെയാണ് സ്വാതി, 90 പേര്. ഈ 90 പേരെന്ന് പറയാൻ നേരത്ത് 15,000. ഇതാ യേശു ക്രിസ്തു കുറേ നാളായി നേരിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതല്ലേ ആഘോഷം? ആഘോഷം അടിപൊളിയാണ്. ക്രിസ്തുവും ഇറങ്ങി അങ്ങട്. അതെ, എല്ലാവരും ഉണ്ട്, എല്ലാ ക്യാരക്ടേഴ്സും. ആരാത്? കായംകുളം കൊച്ചിനെ ആരാത്? നമ്മള് ഹിറ്റാച്ചി ഡ്രൈവറാണ്. ഹിറ്റാച്ചി ഡ്രൈവറാണ്. വയനാട് ദുരന്തം അല്ലേ? ഓക്കെ. ഇതാരാണ്? ഞാൻ സ്കൂളിൽ മാഷാണ്. ഇവിടെ ഇതിന് ബോണത്താലേക്ക് വേഷം ഇടാൻ വേണ്ടി വന്നത്. എന്ത് വേഷമുണ്ട്? ചെങ്കടലിലെ മുക്കുവനായിട്ട്. ചെങ്കടലിലെ മുക്കുവനാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഇതാരാണ്? മുക്കുവത്തിയാണോ? മുക്കുവത്തിയാണ് ചെങ്കടലിലെ. മോശം ചെങ്കടലിലെ മുക്കുവത്തി. അതെന്താ വിളിച്ചിരിക്കണ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. വേഷമായിട്ടില്ല എങ്കിലും എന്താണ് വേഷം? ആദം. സ്വാതി ഇതാ ആദ്യം ഇവിടെ. ഹവ കാമോൺ. ഹവ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഹവ അതേ ഒളിച്ചിരിക്കണ സ്വാതി. നമ്മുടെയൊക്കെ പൂർവികരാണ്. എങ്ങനെയുണ്ട്? ഹവയായിട്ട് ആദ്യമായിട്ടാണോ ഹവയാവുന്നത്? ആദ്യമായിട്ട് ഹവയാവുന്നത്. ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈമാ. ആദോ ഹവയൊക്കെ ആരാത്? സ്വർഗത്തിലെ യേശു. അപ്പൊ ഇതോ മലമുകളിലെ യേശു. 2 യേശുമാരും കൂടെ വന്നിട്ടുണ്ട്. സ്വർഗത്തിലെ യേശു, മലമുകളിലെ യേശു. സ്വാതി, എൻ്റെ ഇടവും വലവും 2 യേശുമാരാണ്. ഇത് ഏത് യേശുവാണ്? മലമുകളിലെ യേശു. ഇത് ഏത് യേശുവാണ്? കണ്ട, അങ്ങനെ 2 വ്യത്യസ്തമായ യേശുമാർക്കിടയിൽ ഒറിജിനൽ. ഇത് ഞാൻ ദിവ്യനായ യേശു. അത് തന്നെയാണ്. എന്താ വേഷം? എന്താ? ഞാൻ രക്തസാക്ഷി, സ്വർഗത്തിലെ രക്തസാക്ഷി. സ്വർഗത്തിലെ രക്തസാക്ഷിയാ? ഞാൻ സ്വർഗത്തിലെ രക്തസാക്ഷി, ഒരു കുട്ടി രക്തസാക്ഷി. അങ്ങനെ ഇവരെല്ലാവരും സ്വർഗത്തിലൊക്കെ തന്നെയാണ്. എന്തായാലും സ്വാതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കാഴ്ചയാണ്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ച. തൽക്കാലം നമുക്ക് ഇത്രയും ഇവിടെ പറയാം. ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എത്താം സ്വാതി. അത് തന്നെയാണ് സഹിൻ. എന്തായാലും വലിയ ആഘോഷത്തിൻ്റെ നടുക്കാണ് സഹിൻ നിൽക്കുന്നത് എന്ന് മനസ്സിലായി. ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും പ്രതീക്ഷകൾ പാട്ടും നൃത്തവുമായി ആഘോഷിക്കാൻ ബോൺ നതാലയ്ക്കായി തൃശ്ശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സാന്റാക്ലോസുകൾ നഗരത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ആ വിവരങ്ങൾ, അവിടുത്തെ ആ കാഴ്ചകളാണ് സഹിൻ ആൻ്റണി ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്.